ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചിട്ടാണ്. സെൽഫ് ഡിസിപ്ലിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും അതേപോലെ തന്നെ നമുക്ക് ലൈഫിൽ സെൽഫ് ഡിസിപ്ലിൻഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 5 കാര്യങ്ങളെ പറ്റിയും. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക്. സോ സെൽഫ് ഡിസിപ്ലിൻ, ഈ സക്സസും സെൽഫ് ഡിസിപ്ലിനും തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ലൈഫിൽ സക്സസ്ഫുൾ ആകാനായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് passion, determination, consistency, but the most important factor is self-discipline. ആർക്ക് വേണമെങ്കിലും ഗോൾസ് സെറ്റ് ചെയ്യാം. ഒരു പെന്നും പേപ്പറും എടുത്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും 5 മിനിറ്റ് കൊണ്ട് അവരുടെ ഗോൾസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ റിയൽ ലൈഫിൽ അത് അക്കംപ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണോ? അല്ല, അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. വി ഹാവ് ടു ബി സെൽഫ് ഡിസിപ്ലിൻഡ്. വി ആർ ദ പ്രോഡക്റ്റ് ഓഫ് അവർ ഡിസിഷൻസ് ആൻഡ് ചോയ്സസ്. നമ്മുടെ ലൈഫിൽ എടുക്കുന്ന തീരുമാനങ്ങളുടെയും അതേപോലെ ചോയ്സസിന്റെയും ഒക്കെ ഒരു ടോട്ടൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് വൈ സെൽഫ് ഡിസിപ്ലിൻ ഈസ് സോ ഇമ്പോർട്ടന്റ്. ഇപ്പൊ സക്സസ്ഫുൾ ആയുള്ള ആളുകളുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ ഹയസ്റ്റ് പ്രയോറിറ്റി ടാസ്കുകൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും. ലൈഫ് ലോങ് ലേണിംഗിന് കമ്മിറ്റഡ് ആയിരിക്കും. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ദേ ആർ സെൽഫ് ഡിസിപ്ലിൻ. സോ സെൽഫ് ഡിസിപ്ലിൻ ആയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത്, സെൽഫ് ഡിസിപ്ലിൻ ബൂസ്റ്റ് യുവർ വർക്ക് എത്തിക്. സക്സസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അഡിക്ഷൻ പോലെയാണ്. നമ്മൾ ഒരു വട്ടം സക്സസ് ആയി കഴിഞ്ഞാൽ വീണ്ടും സക്സസ് ആവാൻ തോന്നും. സോ ഇൻ ദിസ് വേ സെൽഫ് ഡിസിപ്ലിൻ ബൂസ്റ്റ് യുവർ വർക്ക് എത്തിക്. ഒരു ലീഡർഷിപ്പ് എക്സ്പേർട്ട് ആയിട്ടുള്ള ജോൺ റോൺ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു ഡിസിപ്ലിൻ ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മറ്റൊരു ഡിസിപ്ലിനിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുമെന്ന്. നെക്സ്റ്റ് തിങ്, സെൽഫ് ഡിസിപ്ലിൻ ഇൻക്രീസസ് യുവർ സെൽഫ് എസ്റ്റീം. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവും, അല്ലെ? നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ആയി കഴിഞ്ഞാലോ കൂടുതൽ ഗോൾസ് സെറ്റ് ചെയ്ത് അത് അക്കംപ്ലിഷ് ചെയ്യാൻ സാധിക്കും. വിച്ച് മീൻസ് ഇറ്റ് ഇൻക്രീസസ് അവർ സെൽഫ് എസ്റ്റീം. സെൽഫ് ഡിസിപ്ലിൻ ക്രിയേറ്റ്സ് ഹാബിറ്റ്സ്. നമുക്ക് നമ്മുടെ ലൈഫിലെ ചില ഏരിയാസ് ഒക്കെ ഓട്ടോ പൈലറ്റ് മോഡിൽ ഇടാൻ പറ്റും. എങ്ങനെ? ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. സോ അതായത് നമുക്ക് ഹാർഡായി തോന്നുന്ന പല കാര്യങ്ങളും കുറച്ചുകൂടി ഈസി ആയിട്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഹാബിറ്റ്സ് മേക്ക് ഇറ്റ് ഈസി ടു സ്റ്റേ ഓൺ ട്രാക്ക്. ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ ക്രിയേറ്റ്സ് ദീസ് ഹാബിറ്റ്സ്. ഇൻക്രീസസ് ഫോക്കസ്. നമുക്കറിയാം, നമ്മളിന്ന് ജീവിക്കുന്നത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞ ഒരു ലോകത്താണ്. ഇറ്റ് ഈസ് ഈസി ടു ഡിസ്ട്രാക്ട്. ബട്ട് നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇൻക്രീസസ് യുവർ ഫോക്കസ്. സെൽഫ് ഡിസിപ്ലിൻ ഹെൽപ്സ് യു അച്ചീവ് മാസ്റ്ററി. നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തിൽ മാസ്റ്റർ ആവുന്നത്? നമ്മളത് കുറെ കാലം റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട്, അല്ലെ? അങ്ങനെയാണ് നമ്മളൊരു കാര്യം മാസ്റ്റർ ചെയ്യുന്നത്. മാൽക്കോം ഗ്ലാഡ്വെൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കാര്യം, ഒരു സ്കില്ല് മാസ്റ്റർ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 10,000 മണിക്കൂറെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്ന്. And self-discipline is the only way to do that. To realize your full potential. മനുഷ്യർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഉണ്ട് തന്നെ പറയാം. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കിട്ടുന്ന സമയം, നമുക്ക് കിട്ടുന്ന ദിവസങ്ങൾ അത് ലിമിറ്റഡ് ആണ്. പക്ഷെ എന്നിരുന്നാലും ഒപ്ര വിൻഫ്രി, ഇലോൺ മസ്ക്, ജെഫ് ബെസോസ് അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂർ തന്നെ കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ടൈം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ കൂടുതൽ എഫിഷ്യന്റ് ആക്കി മാറ്റും. സോ ഇപ്പൊ നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഉണ്ടാവുന്ന നേട്ടങ്ങൾ കുറെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ ആകണം, ലൈഫിൽ സെൽഫ് ഡിസിപ്ലിൻ ആകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ആദ്യത്തേത്, ബിഗിൻ ഇൻ ദ ബിഗിനിങ്. നമുക്കൊരു ഒറ്റ രാത്രി കൊണ്ട് സക്സസ്ഫുൾ ആകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് കംപ്ലീറ്റ്ലി സെൽഫ് ഡിസിപ്ലിൻ ആവാനായിട്ട് സാധിക്കില്ല. പിന്നെ എങ്ങനെയാ? നമ്മൾ ആദ്യം ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക, മൈക്രോ ഗോൾസ് സെറ്റ് ചെയ്യുക. ദെൻ അത് 1 by 1 ആയിട്ട് അച്ചീവ് ചെയ്യുക. ഓരോ ഗോളും അച്ചീവ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. ആൻഡ് ആ മോട്ടിവേഷൻ വെച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഗോൾ ഇങ്ങനെ അച്ചീവ് ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ, സെൽഫ് ഡിസിപ്ലിൻ ആവാനായിട്ട്. രണ്ടാമത്തേത്, അണ്ടർസ്റ്റാൻഡ് യുവർ ട്രിഗേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ്, ഒരുപാട് അൺഹെൽത്തി ഹാബിറ്റ്സ് ചുറ്റുമുള്ള ഒരു ലോകത്താണ് എന്ന്. അപ്പൊ നിങ്ങളെ അത്തരത്തിൽ ഡിസ്ട്രാക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്ന കാരണങ്ങൾ, ട്രിഗേഴ്സ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തേത്, റിമൂവ് ടെംപ്ടേഷൻസ്.
മിക്ക ആളുകൾക്കും അവർ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് അവരെങ്ങനെ പുറകോട്ട് വലിക്കുന്നതായിട്ടുള്ള കുറച്ച് ടെംപ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ഡിസ്ട്രാക്ഷൻസിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ TV, മൊബൈൽ, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, ഇതൊക്കെ ആളുകളെ എന്ത് ചെയ്യാണ്, അവർ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് വലിക്കുകയാണ്, ഓർ അവരെ കൂടുതൽ ലേസി ആക്കി മാറ്റാണ്. അപ്പൊ ഇങ്ങനത്തെ ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വേഗം കണ്ടെത്തിയിട്ട് മാക്സിമം നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാം. നാലാമത്തേത്, എക്സ്പ്ലോർ യുവർ കീ മോട്ടിവേറ്റേഴ്സ്. എന്താണ് നിങ്ങളെ ലൈഫിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലർക്ക് അതെന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം, ചിലർക്ക് ഒരു പേഴ്സൺ ആകാം, ചില ആളുകൾക്ക് ഒരു സ്ഥലമായിരിക്കാം. അങ്ങനെ എന്താണോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ജസ്റ്റ് ഒരു പേപ്പറിൽ ലിസ്റ്റ് ചെയ്ത് വെക്കാം. ബിക്കോസ് നമ്മളുടെ മോട്ടിവേറ്റേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് നമ്പർ 5, ക്രിയേറ്റ് ഹാബിറ്റ്സ് ആൻഡ് റൂട്ടീൻസ്. ആദ്യം നിങ്ങളുടെ ലൈഫ് കുറച്ച് ഈസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ ചെറിയ ഹാബിറ്റ്സ് ഒക്കെ ലൈഫിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച ഗോൾസ് ഉണ്ടല്ലോ, ആ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഹാബിറ്റ്സ് ലൈഫിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒട്ടുമിക്ക ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യണം എന്നതാണ് ഗോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ തലേ ദിവസം രാത്രി നേരത്തെ കിടന്നുറങ്ങുന്നതും അതേപോലെ തന്നെ ആ ദിവസം രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതും ഒരു ഹാബിറ്റ് ആക്കി കൊണ്ടുവരണം. അപ്പൊ അത്തരത്തില് നിങ്ങളുടെ ഗോൾസ് എന്താണോ ആ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹാബിറ്റ്സ് പതുക്കെ പതുക്കെ ലൈഫിലേക്ക് കൊണ്ടുവരിക. ക്രിയേറ്റ് ഹാബിറ്റ്സ് ആൻഡ് റൂട്ടീൻസ്. സോ സെൽഫ് ഡിസിപ്ലിൻ ലീഡ്സ് ടു സക്സസ്. സെൽഫ് ഡിസിപ്ലിനെ പറ്റിയിട്ട് നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. സെൽഫ് ഡിസിപ്ലിൻ ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ലൈഫിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കി. അതിനുശേഷം സെൽഫ് ഡിസിപ്ലിൻ ആവാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 5 ടിപ്സും പറഞ്ഞു തന്നു. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.